ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ പറ. ഹലോ. 3 പെണ്ണുങ്ങളുണ്ട് വീട്ടിൽ, പക്ഷെ നമുക്ക് ചായ ഇടാൻ വയ്യ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചായ കുടിക്കാനായിട്ട് മദീന സെയ്ദ് ഫൈൻ ടീയിൽ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചന്തയിൽ പോയിട്ട് മീൻ മേടിച്ചിട്ട് വരാം. അപ്പോൾ അവിടെ ഫിഷ് മാർക്കറ്റിലാണോ പോകുന്നത്? ഒന്നാമത്തെ ഞാനാണ് മീൻ മേടിക്കാൻ പോകുന്നത്. അടുത്ത ആള് കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. പണ്ടച്ചാടിയ ഒരാളായിരിക്കാൻ പോവുക. അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കട ഇവിടാണ്. നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ വരുന്നത്. അബുദാബിയിലുള്ള എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കാം. ഹലോ, എന്തൊക്കെ നമ്മൾ കഴിക്കാൻ വന്നെന്ന് പറയാം. എന്തൊക്കെ ഇന്നിപ്പോ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പൊറോട്ട, നമ്മൾ 1 കിലോ അരിയുടെ ചോറും 1 കിലോ ബീഫും 1 കിൻഡൽ ബീഫും പിന്നെ അങ്ങനെ എന്തൊക്കെയാ എന്നാക്ക് എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ 2 പൊറോട്ട. അതിനകത്ത് വെച്ചിട്ട് പിച്ചി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ സ്ഥലത്ത് മസിലൊന്നും പിടിക്കണ്ട. അതൊന്നും ആരും ഇല്ല കാണാൻ. എനിക്ക് ഫീമെയിൽ ഓഡിയൻസ് കുറവായിട്ട് അതൊന്നും കാണാൻ ആരും ഇല്ല. അപ്പൊ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് ആദ്യം ചായ കുടിക്കാം. ചായ നമ്മൾ സ്ഥിരം കുടിക്കുന്ന ചായ കുടിച്ചിട്ട് തുടങ്ങാം. സെൽമത്ത് പറഞ്ഞോ. ഞാൻ വന്ന് ഫസ്റ്റ് ഇവിടുത്തെ ചായയാണ് കുടിക്കുന്നത്. നല്ല പുറത്തുനിന്ന് ഉള്ള ഫസ്റ്റ് ചായ ഇവിടുന്ന കുടിക്കുന്നത്. നല്ല അടിപൊളി ചായയാണ്. പിന്നെ ഇവിടെ അന്നെന്തോ എന്തൊക്കെയോ വാരി വലിച്ച് നിങ്ങൾ കഴിച്ചല്ലോ. അതാ, പക്ഷെ അത് നല്ല സൂപ്പർ സാധനമായിരുന്നു. എന്തോ സാധനം, ഒരു മഞ്ഞ കളറിൽ നീളത്തിൽ ഏലാഞ്ചി. തെക്ക് ഭാഗത്തുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പുതിയതാണ് കിട്ടുന്നത്. വാഴയ്ക്കപ്പം, ഈ റെസ്റ്റോറന്റും കഫ്റ്റീരിയകളും എല്ലാം ഇട്ടേക്കുന്നത് ഈ തലശ്ശേരി മലബാർ ഏരിയയിലുള്ള. അതുകൊണ്ട് ഇവിടുത്തെ സ്നാക്സ് ഒക്കെ നമുക്ക് പുതുമയുള്ളതാണ്. അതിന്റെ പേരുകളൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പം അതിന്റെ പേര് പെട്ടെന്ന് കിട്ടിയില്ല. പക്ഷെ അത് നല്ലതായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. ചായ പൊറോട്ട എത്തിയിട്ടുണ്ട്. പൊറോട്ട ആൻഡ് ബീഫ് കറി. ബീഫ് കറി രാവിലെ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചിരുന്ന കാപ്പി ഇവിടെ കഴിക്കും. പൊറോട്ടയും ബീഫും അവിടെ മൈക്കുണ്ട്. നാട്ടിലെ മംഗള ബീഫിന്റെ മണമൊക്കെ ഉണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ല. ഇത് പൂരിയല്ല, ഇത് നെയ്പ്പത്തലാണ്. ഇതും ഇവിടുന്നാണ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ല. സെൽമത്തിന് ഭയങ്കര നെയ്പ്പത്തലാണ്. അത് ഓഫ് ചെയ്തു. ഫുഡ് വന്ന പിന്നെ ഓഫ് ചെയ്തു. നമ്മള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് നമ്മളൊരു ഇഡലി സെറ്റ് മേടിച്ചിട്ട് നമ്മളിനി ഫിഷ് മേടിക്കാനായിട്ട് അതിൻ്റെ ഷോപ്പിലാണ് പോകുന്നത്. അത് മദീന സെയ്ദിലാണ്. ഇതിലെ ഗൃഹനാഥയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാതെ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പട്ടിണിയാണ്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൊക്കേഷൻ നോക്കുകയാണ്. ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് പോവാം. മറ്റേ വിജയ് ദേവരകൊണ്ട കെട്ടിയൊരു പെണ്ണ് രശ്മിക. ഓക്കെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ലിപ് ഗ്ലോസ് രശ്മിക ഇട്ട് അവരുടെ വെഡിങ്ങിലിട്ട് വൈറലാക്കിയതാണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. സെൽമത്ത് നിങ്ങൾക്ക് അയച്ചു തരും. സെൽമത്തിൻ്റെയാണ്. അപ്പോൾ സെൽമത്തിൻ്റെ ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇതാണ് ആ ലിപ് ഗ്ലോസ്. ഇത് ഉപയോഗം കൂടുതൽ കൊണ്ടെല്ലാം മാഞ്ഞു പോയി. ബട്ട് നല്ല സാധനമാണ്. കഴിക്കുമ്പോഴൊക്കെ പോവും, വീണ്ടും റീഅപ്ലൈ ചെയ്യണം. പ്ലാസ്റ്റിക് ഒന്നും അല്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിനെടുത്ത് ഇടാൻ പറ്റിയ നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തിരിക്കും. ഇതാണ് നമ്മുടെ കട. ഫിഷ് എങ്ങനെ അന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത് അതിപ്പോ എല്ലാവർക്കും അറിയാം. അന്നൊക്കെ സെലക്ട് ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്താൽ സെലക്ട് ചെയ്യുന്നത് ഞാൻ വന്നിട്ട് ഞാൻ കാണാൻ കൊള്ളാവുന്ന ഫിഷ് നോക്കുക.
മേക്കപ്പ് ഒന്നും ഇല്ലാത്ത, ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാത്ത ഫിഷ് നോക്കും. എന്റെ കണ്ണെങ്ങനെയുണ്ടെന്ന് നോക്കും, വയറെങ്ങനെയുണ്ടെന്ന് നോക്കും, പിന്നെ ചെള്ള എങ്ങനെ ഉണ്ടെന്ന് നോക്കും, പാലെങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കും. കാണാനല്ലെങ്കിലും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങളുണ്ട്. മനസ്സിലായി. ഇവിടെ നമ്മൾ ഫിഷ് സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവര് ക്ലീൻ ചെയ്ത് അതിന് നമുക്ക് മടിയായോട്ടല്ല. ഇതാണ് രശ്മിക മണ്ടാനയുടെ ലിപ് ഗ്ലോസ്. രശ്മിക മണ്ടാന വൈറലാക്കിയ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. അവര് ചുണ്ടിലിട്ടല്ല വൈറലാക്കി, അല്ല അവര് പല്ലിലിട്ടല്ല വൈറലാക്കി. അപ്പൊ ഇവര് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് തരും. നമുക്ക് ചെയ്യാനുള്ള മടി കൊണ്ടല്ല, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ബാക്കി മീൻ കാണിച്ചു വിടും. മീനൊക്കെ കാണിച്ചു വിടും. മീൻ കണ്ടായിരുന്നു. മീൻ ഞാൻ കാണിച്ചു കൊടുത്തു. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. കാര്യമൊന്നുമില്ല. സുൽഭത്തിനോടെ കാണട്ടെ. ജനങ്ങളെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വണ്ടിയുടെ ഡോറ് ഇതിങ്ങനെ തുറന്നിട്ട് ഇതെങ്ങനെ അടയ്ക്കണം? കണ്ട, ഇത്രേ ഉള്ളു. നീയൊക്കെ അടക്കുന്ന എങ്ങനെ? ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല. എനിക്കത് കാണിക്കുമ്പോ പോലും എനിക്കത് ഒരു ഇതാ. നിങ്ങൾ തുറന്നിട്ട് വലിച്ചൊരട, അതിന്റെ ആവശ്യമില്ല. കണ്ടോ, ഡോർ അടഞ്ഞ്. ഞങ്ങളും അങ്ങനെ തന്നെ എങ്ങനെ അടയ്ക്കുന്ന? നീയൊക്കെ ഇതെല്ലാം പൊളിയും. സ്ത്രീശക്തി വണ്ടിക്കകത്ത് നിങ്ങൾ കാണിക്കണ്ട. വേറുള്ള കാര്യങ്ങൾ കാണിയിട്ട് നിങ്ങൾ സ്ത്രീശക്തി. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അതിനകത്തൊന്നും സ്ത്രീശക്തി കാണിക്കാൻ വയ്യ. വണ്ടിക്കകത്ത് കയറി ഇരുന്ന് വണ്ടി പൊളിച്ചിട്ടൊന്നും സ്ത്രീശക്തി കാണിക്കും. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. അത് ആൺകുട്ടികളുടെ നെഞ്ചാണ് തകരുന്നത്. പെൺകുട്ടികളും വണ്ടി എടുക്കുന്ന ഒരു ദിനം വരും. പെൺകുട്ടികൾ വളരെ വിദൂരമല്ല. പെൺകുട്ടികൾ വണ്ടി എടുക്കണമെന്നും വണ്ടി ഓടിക്കണമെന്നും എല്ലാം ആഗ്രഹമുള്ള ആള് തന്നെ ഞാൻ അതല്ലല്ലോ പറയുന്നേ. ഞാൻ എന്താണ് പറഞ്ഞത്? അപ്പൊ ഞങ്ങളെ വണ്ടിയാകുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വലിച്ചടയ്ക്കാം. ആരെ വണ്ടിയായാലും അങ്ങനെ വലിച്ചടയ്ക്കാനും വലിച്ചു തുറക്കാനും പാടില്ല. അത് കൊള്ളാം. അതെ, വണ്ടി എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ് അല്ല. വണ്ടി എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തു തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ശ്രദ്ധിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കണം. നോട്ടഡ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കും. One eternity later. ഇങ്ങനെ അടച്ചാ മതിയൊന്ന് നോക്കി കണ്ട. ഇങ്ങനെ അടച്ചാ ഡോർ അടയൂല. അങ്ങനെ ഡോർ അടഞ്ഞ് എന്നാലും കുറച്ച് ഒന്ന് അടച്ചാ നോക്കട്ടെ. ആ, അങ്ങനെ അടച്ചാ മതി. അങ്ങനെ വേണം ചെയ്യാൻ. അതറിഞ്ഞോളൂ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ വീട്ടിൽ പോണം. ഈ മീൻ കറി വെക്കണം. കറി വെച്ചിട്ട് ഉച്ചക്ക് നമുക്കിത് കഴിക്കണം. എന്നിട്ട് എനിക്ക് പല കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പോണം. അങ്ങനെ പല പരിപാടികളുണ്ട്. നമുക്ക് ഒരു വെറൈറ്റി ഇല്ല അതിന്റെ ഒരു സംഭവം. ഉണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. സംഭവമാണ്. അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ മതി. വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ, വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്ല്. നല്ല കുതിരാത്തി ബീച്ചിൽ പോയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ പോകുന്നത്. അതെ. ഞാനും ഇവളും എന്തായത് അവളെ നേരെ എന്നൊരു ബീച്ചിലോട്ട് അങ്ങ് ഇറങ്ങി. അന്നേരം കാണാൻ സെക്യൂരിറ്റി ഒന്ന് ചോദിക്കും ബാൻഡ് ഉണ്ടോ? ബാൻഡ് കയ്യിൽ ബാൻഡ് കൈ. ഞാൻ പറഞ്ഞു ബാൻഡില്ല, വാച്ച് ഉണ്ടെന്നോ. അപ്പൊ അവളെ കയ്യിലും വാച്ച് ഉണ്ടാകും. ഞങ്ങൾ വാച്ച് കാണിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ് ഇത് പെയ്ഡ് ബീച്ചാ. ഞാൻ അവിടെ നിന്ന് ഉരുതി. ഞാൻ ചോദിച്ചു പെയ്ഡ് ബീച്ച്. അപ്പൊ പറഞ്ഞ നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ അകത്തോട്ടും കയറി. ടിക്കറ്റ് ഇല്ല, ഫ്രീ ആന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനല്ല, ടിക്കറ്റ് ഉണ്ട് 10 രൂപ. പുറത്ത് ടിക്കറ്റ് എടുക്കണം. നമ്മള് ടിക്കറ്റ് ഒന്നും എടുത്തില്ലല്ലോ. നിങ്ങൾ ബീച്ചിന്റെ എൻട്രൻസ് വഴിയും കയറി. ഞങ്ങളെ ഏതോ എൻട്രൻസ് കൂടെ അകത്ത് കയറി കറങ്ങി നടന്ന് തിരിച്ചിറങ്ങി. പെയ്ഡ് ബീച്ച് സെപ്പറേറ്റ് ഉണ്ട്, അല്ലാത്ത ആൾക്കാർക്ക് ബീച്ച് സെപ്പറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ചെന്നത് പെയ്ഡ് ബീച്ചില്ല. അയാള് പറഞ്ഞു പെയ്ഡ് ബീച്ചാണ് ഇത്, അപ്പുറത്തെ സൈഡില് ലോക്കൽസിനുള്ള ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു ബീച്ചിൽ കണ്ടിട്ട് അവർക്ക് ലോക്കലായിട്ട് തോന്നി. ചിലപ്പോ തോന്നി കാണും. കാര്യം ഞങ്ങള് കാശ് കൊടുത്തില്ലല്ലോ. നമ്മള് അങ്ങനെ ആയിരുന്നല്ലോ. നമ്മള് ഫോറിനേഴ്സ് ആയിരുന്നു കൂടുതൽ. അതായത് ഈ ട്രഡീഷണൽ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടോ?
ട്രഡീഷണൽ പഴയ കൾച്ചർ, അബുദാബി കൾച്ചർ. കുതിരത്തിലോ? ഇല്ല, നമ്മളതൊന്നും കണ്ടില്ല. അതുവഴിയാണ് എൻട്രി ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ഫീസ് 10 ദിർഹം. അതുകൊണ്ടല്ലേ പറഞ്ഞ അറിയാവുന്ന ആരെങ്കിലും ഞങ്ങളെ കൂടെ വരാൻ പറഞ്ഞ. അതുകൊണ്ടല്ലേ നമ്മൾ വിചാരിച്ച് കപ്പിൾസ് കറങ്ങാൻ പോകുന്നതല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. ചെരുപ്പം തേഞ്ഞ് കാലം തേഞ്ഞ് മുട്ടും വേദനയായിട്ട് തിരിച്ചു ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു, കടല് കണ്ടു, തിരിച്ചു. അതോ കടലെല്ലാം കെട്ടിയും വെച്ചേക്കുന്നു. പിള്ളേരൊക്കെ കളിക്കുന്ന കുറെ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് നമ്മള് സംഭവം വേറെ എവിടെ. ആക്ച്വലി ഹെറിറ്റേജ് വില്ലേജ്, എന്റെ അറിവ് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്ന ഒരു കമന്റ് ഉദിരിയാത്തിലാണോ ഹെറിറ്റേജ് വില്ലേജ്? ഹെറിറ്റേജ് വില്ലേജിന്റെ അവിടെ ഒരു ഇതുണ്ട്, അതാണോ ഉദിരിയാത്തെന്ന് എനിക്കറിയാം. അല്ലല്ല, അത് വേറെ. ഹെറിറ്റേജ് വില്ലേജ് വേറെ. ഹെറിറ്റേജ് വേറെയാ. അപ്പൊ നിനക്ക് തെറ്റി. എനിക്ക് തെറ്റി. അപ്പൊ ഞാൻ പറഞ്ഞ ഹെറിറ്റേജ് വില്ലേജിന്റെ കാര്യമായിട്ട് അവിടെ എൻട്രൻസ് എടുത്തിട്ട് നമ്മൾ കയറി കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഇങ്ങനെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനും ആലോചിക്കുന്നത് ഇത് അവിടെ കുളിക്കാനൊക്കെ പറ്റുന്നത്. ഉദിരിയാത്ത് നിശായ ഒളിയിലും പോയതാ, ഉദിരിയാത്തിലല്ല. അപ്പൊ ഞാൻ പോയത് ഹെറിറ്റേജ് വില്ലേജ്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഹെറിറ്റേജ് വില്ലേജ് ട്രൈ ചെയ്യണം. എന്ത് പറയുന്നത്? അതെ അതെ, നല്ല ബീച്ചാണ്, നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അല്ല, നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വയം വ്ലോഗ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുത്തില്ല. എന്തോ അറിയാവുന്നതുകൊണ്ട് വ്ലോഗ് ചെയ്യാൻ അറിയാത്തോണ്ട്, അറിയാത്ത അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കാണിച്ചു തന്നേനെ. എല്ലാം കാണിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയണ്ടേ, എനിക്കറിയാം. പക്ഷെ സ്വയം എടുക്കൂല, ആരുടെയും സപ്പോർട്ട് വേണം ഇതിന് മുമ്പോട്ട് പോകണം. ഞാനിപ്പോ ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാന്ന് പറയുമ്പോ അന്നൊക്കെ പറയും. അങ്ങനെയാണ്. സ്വയം ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അത് കട്ട് ചെയ്യത്തില്ല. കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണോ? അങ്ങനല്ല, ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ഒരു പുഷ് കൊടുക്കണം. അന്നാക്കി എടുത്ത വ്ളോഗൊക്കെ എടുക്കുന്നത്. പുള്ളി ജിമ്മനാ. അന്നാക്കടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജിമ്മന്മാരെല്ലാം മണ്ടന്മാരാന്ന് പറയുന്നത് സത്യമാണ്? അത് പറയുന്നവരാണ് മണ്ടന്മാര്, അല്ലാതെ ജിമ്മന്മാരൊന്നും മണ്ടന്മാരല്ല. മനസ്സിലായോ? ധാരാളം പറഞ്ഞ ജിമ്മന്മാരെല്ലാം മണ്ടന്മാരാണ്. എനിക്ക് അങ്ങനെ തോന്നി. ഒരു സംസാരം ഉണ്ടല്ലോ പൊതുവെ. നിങ്ങൾ ഇത് ഇടരുത്. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇടാൻ പാടില്ല. ഓക്കെ, നോട്ടഡ്. ഇത് കട്ട് ചെയ്യാം. ഓക്കെ, നോട്ടഡ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. റോഡൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. റോഡൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിനകത്ത് കാണാം. അതെ, റോഡെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ.